ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹൈക്കോടതിയുടെ ഒരു വിധി. നേരത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ അനുബന്ധമായിട്ടാണ് ഹൈക്കോടതി വിധികളും വന്നിട്ടുള്ളത്. അമ്പലങ്ങളിൽ ആനകളുടെ എഴുന്നള്ളത്താകാവോ, തൃശ്ശൂർ പൂരത്തിനടക്കം ആനകളെ കൊണ്ടുവരാമോ, എത്ര ആനകളെ കൊണ്ടുവരാം, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വലിയ ചർച്ച നടക്കുന്നത്. ഇത് ചർച്ച നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു ക്ഷേത്രം എടുത്താലും അല്ലെങ്കിൽ അമ്പലം എടുത്താലും എവിടെ ആയാലും 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഒന്ന്, അമ്പലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് അവിടുത്തെ ഏത് ദേവി അല്ലെങ്കിൽ ഏത് ദേവനാണോ അല്ലെങ്കിൽ ദേവത, അവിടുത്തെ ഏത് ദേവതാ സമ്പ്രദായമാണോ അതനുസരിച്ചുള്ള ആചാരങ്ങളും ചിട്ടകളുമായിരിക്കും നടപ്പിലാക്കുന്നത്. അത് പ്രധാനമായും തീരുമാനിക്കുന്നത് തന്ത്രിമാരും ആചാര്യന്മാരും പോറ്റിമാരും ഒക്കെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ പോറ്റിമാരും, മറ്റു കാര്യങ്ങൾ തന്ത്രിയും, പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷികളും, അങ്ങനെ വളരെ പണ്ഡിതന്മാരൊക്കെയാണ് അത് അന്വേഷിക്കുന്നത്. അവരാണ് അതിന് ഉത്തരം പറയുന്നത്, എങ്ങനെയായിരിക്കണം ആചാരങ്ങൾ. അതും ഈ ക്ഷേത്രോത്സവങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല. ക്ഷേത്രോത്സവം നടത്തുന്നത് ഉത്സവ കമ്മിറ്റിയുടെ കപ്പാസിറ്റി അനുസരിച്ച്, അവരുടെ ചിന്തകൾ അനുസരിച്ച്, അവരുടെ സാമ്പത്തികം അനുസരിച്ച്, അവർക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തികം അനുസരിച്ചാണ് ഉത്സവം നടക്കുന്നത്. ആനകളില്ലാത്ത എത്രയോ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നു, ഒരാനയെ വെച്ച് നടക്കുന്നു. ഒരു വർഷം ഒരാനയാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 2 ആനയാക്കും, അടുത്ത വർഷം 10 ആന. ഇതെല്ലാം തീരുമാനിക്കുന്ന ഉത്സവ കമ്മിറ്റിയുടെ സാമ്പത്തികവും ആളുകളുടെ സ്പോൺസർഷിപ്പും വെച്ചിട്ടാണ്. അല്ല, അതും ആചാരവുമായി യാതൊരു ബന്ധവുമില്ല. ഉത്സവങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനാണ്, ആളുകൾ വരുന്നവർക്ക് സന്തോഷിക്കാനാണ്, ആനന്ദിക്കാനാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം, മറ്റ് സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റ് മതങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, ഹൈന്ദവ മതത്തിലോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ ചർച്ചകൾ വരുന്നത്. ഇതൊരു കാരണവശാലും കോടതികളിലേക്ക് പോകേണ്ട വിഷയമല്ല. കോടതികളിലേക്ക് പോകുന്നു, അപ്പീൽ പോകുന്നു, സുപ്രീം കോടതി പോകുന്നു, പിന്നെ ഹൈക്കോടതി പോകുന്നു. ഇങ്ങനെ കോടതികളിൽ പെറ്റീഷൻ കൊടുക്കുന്നു, റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്നു, സിംഗിൾ ബെഞ്ചിന് കൊടുക്കുന്നു, ഫുൾ ബെഞ്ചിന് കൊടുക്കുന്നു. ഇങ്ങനെ പോകേണ്ട ഒരു വിഷയമേ അല്ല ഇത്. അമ്പലത്തിലെ ആചാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രത്തിനകത്ത് തന്ത്രിയും മറ്റുള്ളവരും അഭിപ്രായം പറയുന്നു. ഓക്കെ. ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ച് തന്നെ കർപ്പൂരം കൊണ്ടുപോകാമോ, തേങ്ങ ഉരുട്ടാവോ, മഞ്ഞൾപ്പൊടി കൊണ്ടുപോകണോ, ചൂടം കൊണ്ടുപോകാമോ, ഇങ്ങനെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോ ക്ഷേത്രത്തിലും എങ്ങനെയാണ് അവിടുത്തെ പൂജകളും ആചാരങ്ങളും തീരുമാനിക്കുന്നതിന് ഒരു നിയത രൂപമുണ്ട്. പക്ഷെ ഉത്സവങ്ങളെ സംബന്ധിച്ചാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഉത്സവം, ഞാൻ പറഞ്ഞ പോലെ, അവരവരുടെ കപ്പാസിറ്റിക്കും ശേഷിക്കും ഒക്കെ അനുസരിച്ചാണ് ഉത്സവം തീരുമാനിക്കുന്നത്. അവിടെ പഴയ കാലത്തായിരുന്നെങ്കിൽ ധാരാളം വീടുകളില്ല, ഏത് ക്ഷേത്രത്തോടനുബന്ധിച്ചും ധാരാളം പറമ്പുണ്ടായിരിക്കും, ഉത്സവം കാണാൻ വരുന്ന ആളുകൾക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഉണ്ടായിരിക്കും. ഇത്രയും നഗരവൽക്കരിക്കപ്പെട്ടിട്ടില്ല, കെട്ടിടങ്ങളില്ല, റോഡ് ഇത്രയും സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് വിശാലമായി പല കാര്യങ്ങളും ആലോചിക്കാം. ഇപ്പോൾ വെടിമരുന്നിൻ്റെ കാര്യമായാലും കരിമരുന്ന് പ്രയോഗമായാലും ആന എഴുന്നള്ളിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാം പഴയ കാലത്ത്. പക്ഷെ ഇപ്പോൾ കാലം മാറി, ആനകൾ തമ്മിൽ 3 മീറ്റർ അകലത്തിൽ നടക്കണം, ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ അകലം വേണം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രിക്കോഷൻസ്, സുരക്ഷിത മാർഗങ്ങൾ കോടതി പറയുകയാണ്. ചില കമ്മിറ്റികളുടെയൊക്കെ ശുപാർശ പ്രകാരമാണ് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ട് അലക്കി ചർച്ച ചെയ്ത് കോടതികളിലേക്ക് പോയി ഇങ്ങനെ പോകേണ്ട വിഷയമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ആചാര്യന്മാരും സ്വാമിമാരും സന്യാസിമാരും ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ആചാര്യന്മാർ ആചാര്യസഭയിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഉത്സവ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്, ശരിയാണ്. പക്ഷെ എങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ പലപ്പോഴും പറയുന്നത്, ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ വന്ന് ഈ ചാനലുകളിൽ പറയുന്നത് ഇത് വിശ്വാസത്തിന്റെ മേഖലയാണ്. ഒരു വിശ്വാസത്തിന്റെ മേഖലയും അല്ല, ഇത് ആചാരമാണ്, ഒരു ആചാരവുമല്ല. ആചാരമാണെങ്കിൽ ഇത്ര ആനയെ കൊണ്ടുപോകണമെന്ന് എവിടെയെങ്കിലും ആചാരമുണ്ടോ? ആനയെ കൊണ്ടുപോകണം എന്ന് പറയുന്നപ്പോൾ എങ്കിൽ 1 ആന അല്ലെങ്കിൽ 2 ആന, ഇത്ര അധികം ആന വേണമെന്ന് ആചാരമുണ്ടോ? അതെന്ത് ആചാരമാണ്? അല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? ആരാണ് തീരുമാനിക്കുന്നത്? ഏത് പ്രശ്നക്കാരനാണ് അങ്ങനെ പ്രശ്നം വെച്ച് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പം അങ്ങനെയല്ല ഇത് കാര്യങ്ങൾ പോകുന്നത്. ഇത് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അവരവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഉത്സവങ്ങളെ പലപ്പോഴും ആഘോഷങ്ങളാക്കും,
അമ്പലങ്ങളെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ മാറ്റി ആചാരങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും എല്ലാം കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ പരുവത്തിലാണ് പോകുന്നത്. ഇതും വിശ്വാസവും ആയിട്ട് യാതൊരു ബന്ധമില്ല. വിശ്വാസം വേറൊരു വഴിക്കുള്ളൊരു ചിന്തയാണ്. ആചാരങ്ങൾ മറ്റൊന്നാണ്, ക്ഷേത്രാചാരങ്ങൾ. ഉത്സവം വേറൊന്നാണ്. ഉത്സവത്തിന് നടക്കുന്ന കാര്യങ്ങൾ കാലദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം. അത് ആ ഓരോ പ്രദേശത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, ആളുകളുടെ സുരക്ഷിതം അനുസരിച്ച് എത്ര വേണം, എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ധാരണ ഉണ്ടാവണം. ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവണം. ആ പ്രോട്ടോക്കോൾ തീരുമാനിക്കേണ്ടത് പ്രധാനമായും ഇപ്പോൾ കേസിലും വഴക്കിലുമല്ല, അല്ലാതെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ആളുകൾ ഒത്തുകൂടുന്ന പഴയ കാലത്ത് കൊയ്ത്തുത്സവമൊക്കെ ആയിരുന്നു. കൊയ്ത്തുകാലം കഴിഞ്ഞ് വിളവെടുക്കുന്ന കാലത്ത് സന്തോഷത്തിന്റെ ഭാഗമായി വയലുകളിൽ തന്നെ ദേവിമാരെയൊക്കെ കുടിയിരുത്തി ആഘോഷം നടത്തുന്ന, ഉത്സവം നടത്തുന്ന കാലമായിരുന്നു. അതുപോലെ തന്നെ പത്താമുദേ എല്ലാം എടുത്തു നോക്കും. നമ്മുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെടുത്തി, വിളവെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതലും ഈ ഉത്സവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് അവരവരുടെ കാലദേശങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തിക സഹായവും മറ്റ് സൗകര്യങ്ങൾക്കനുസരിച്ചാണ് ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്ര ആന വേണമെന്ന് സംഘാടകരും ഇത്ര ആന മതിയെന്ന് കോടതിയും ഒന്നും ആരും ബലം പിടിച്ച് ഈ വിഷയത്തെ അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. ഇതൊരു ചർച്ചയിലൂടെ, സമവായത്തിലൂടെ, മനുഷ്യർക്കും പരിക്കുണ്ടാകാൻ പാടില്ല, ആനകളെയും പീഡിപ്പിക്കാൻ പാടില്ല, ആനകളെയും സംരക്ഷിക്കണം. വലിയ മൃഗപീഡനമാണ് നടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണല്ലോ ഇങ്ങനെ കേസൊക്കെ വരുന്നത്. അപ്പോൾ മൃഗങ്ങളെയും വലുതായി പീഡിപ്പിക്കാൻ പാടില്ല, എന്നാൽ നമ്മുടെ ഉത്സവവും നടക്കണം. അത്തരത്തിലുള്ള വളരെ നല്ല തീരുമാനങ്ങളാണ് അതിനകത്തുണ്ടാകേണ്ടത്. തീർച്ചയായും ആനകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആചാരം വേറെ, ആനകൾ വേറെ.